ഒരു ദിവസം അർജുമോൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എന്നോടൊക്കെ കുറേ പുളിങ്കരുണ്ട്, ചേച്ചിക്ക് കൊണ്ടു തരട്ടെ, ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ ഇങ്ങ് കൊണ്ടുതന്ന ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് ഓൻ കൊണ്ടുതന്നതായിരുന്നു ഈ പുളിങ്കരി. കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ഇത്ര നല്ല ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മക്കൾ എന്നെ അമ്മ ഇത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പൊന്നുങ്കട്ടകൾ എല്ലാം കൂടി എടുത്ത് അപ്പുറത്തെ എന്താ പറയുക വെള്ളത്തിലേക്ക് വലിച്ച് വാരിയിട്ട് ബാക്കി വന്നത് മാത്രമാണ് ഇത്. പിന്നെ കുറേ എൻ്റെ നായി ഉണങ്ങിയെടുക്കുന്ന ഉന്തി ഉന്തി അപ്പുറം ഇട്ടു, എല്ലാം കൂടി കുറേ മിസ്സായി ഞാൻ എടുക്കുന്നു. അവനൊരു വലിയ പാക്കറ്റ് നിറച്ചും കൊണ്ടു തന്നിരുന്നു. വന്ന് എൻ്റെ അടുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ക്ലോക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ക്ലോക്കിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ പൈസയും സാധനവും എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് കേട്ടോ സംഭവം. ഇത് നമ്മുടെ ആ ക്ലോക്കിൻ്റെ ഗോൾഡൻ കളറാണ് വരിക, ഈ ഗോൾഡൻ കളറാണ് വരിക. അപ്പം ഇത് 170 രൂപ കേട്ടോ. ഇനി ഈ സാധനത്തിന് 170 രൂപ. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ വലിയൊരു ഫ്രെയിം നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കട്ടെ. അയ്യോ മീൻസ് ഇതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇപ്പം ഈ ബോർഡിന് 60 രൂപയായിരുന്നു കേട്ടോ. ഇതെല്ലാം ഞാൻ മേടിച്ചത് കണ്ണൂർ ക്രാഫ്റ്റ് വില്ലേജിൽ നിന്നായിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റം, അതായത് നമ്മളെ സൂജീസിന് എത്ര റേറ്റ്? 60 രൂപ. സൂജീസിന് 60 രൂപ. പിന്നെ അതിൻ്റെ ആ മിഷ്യൻ ഇനി 50 രൂപ. പിന്നെ അപ്പോൾ യൂസ് ചെയ്യുന്ന നമ്മളെ അക്രലിക് പെയിൻറ്റ്. ഇതിനൊരു ബേസ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അക്രലിക് പെയിൻറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് പുളിങ്കറി വെച്ചിട്ട് ഒരു എന്താ പറയുക, നമ്മളെ ക്ലോക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ബേസ് കോട്ടാട്ടോ കൊടുക്കുന്നത്. ബേസ് കോട്ട് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട്, ബ്ലാക്ക് അക്രലിക് പെയിൻറ്റില്ല, നമ്മൾ സാധാ പെയിൻറ്റ് തന്നെ, സാധാ പെയിൻറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുന്ന കേട്ടോ. ഞാനില്ല ഇങ്ങനെ വെറുതെ എന്താ വെച്ചാൽ ഷോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാരിക്കോരി ഒഴിക്കുന്ന കേട്ടോ. അത്രപ്പാടൊന്നും ആവശ്യമില്ല, കുറച്ച് പെയിൻറ്റ് മതി. ഇതിപ്പം ഞാൻ ആദ്യം ബ്രഷിൽ എടുത്തിട്ട് നേരെ ഇപ്പുറത്തേക്ക് ബോട്ടിലാക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനില്ലേ ഈ പുളിങ്കുരു എന്ന് പറയുന്ന സാധനം, നമ്മളെ പുളീൻ്റെ കുരുവില്ലേ, അതാണ് നമ്മൾ ഈടെ പുളിങ്കുരു എന്ന് പറയുന്നത്. നിങ്ങളവിടെ എന്നാ ബാക്കിയുള്ളടിക്കെല്ലാം എന്നാ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ സാധാരണ പുളിങ്കുരു എന്ന് പറയല്. അപ്പോൾ ഇതിപ്പം കണ്ടിട്ടാകുമ്പോൾ പുളിങ്കുരു എന്നാന്ന് ചോദിക്കരുത്. പുളീൻ്റെ ഉള്ളിലുള്ള കുരുവാണ് പുളിങ്കുരു എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ഇടയ്ക്ക് ഇതുപോലെ തന്നെയാണെന്ന് പറയലെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ ഇങ്ങനെ കേട്ടോ പറയൽ. അപ്പോൾ അത് കഴിഞ്ഞ് അത് ഉണങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ നമ്മളെ ഇതിൻ്റെ ആ ഒരു ഇതില്ലേ ഡയൽ അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. എനിക്ക് എത്ര പോയാലും ഒരു സാധനം എനിക്ക് ലെവലിൽ കിട്ടൂല. അതുകൊണ്ട് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് അളവിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ 5 സെൻറ്റിമീറ്റർ ആയിരുന്നു ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും 5 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് ഒരു റൗണ്ട് തന്നെ കൊടുത്ത്, എന്നിട്ട് അത് അതിൻ്റെ മുകളിലാണ് ഈ വരച്ച ആ ഒരു ഇതിൻ്റെ മുകളിൽ അത് കറക്റ്റ് എടുത്ത് വെച്ചപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടി. ഇല്ലെങ്കിൽ എനിക്ക് തിരിയില്ല അത് അതിന് ലെവലില്ല എന്നുള്ളത്. എത്ര നോക്കിയാലും എനിക്ക് തിരിയില്ല. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം എനിക്ക് ബോധം വരുമല്ലോ ഇത് ലെവലില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും അളവെല്ലെടുത്ത് ഇങ്ങനെ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് അളവെല്ലെടുത്ത് കറക്റ്റാക്കിയിട്ട് ചെയ്യലില്ല കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്നറിയില്ല, എനിക്ക് എൻ്റെ മൈൻഡിൻ്റെ പ്രശ്നമായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ എല്ലാം നല്ല വളഞ്ഞു പോയിട്ടുണ്ടാവും. ഇപ്പോൾ പിന്നെ അളവെടുത്ത് ചെയ്യുന്നതുകൊണ്ട് ഇത് വളഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അളവെടുത്ത് ചെയ്താലല്ലേ ഇത് തന്നെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് അളവെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കും. എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഗമ്മ് ഏതാ യൂസ് ചെയ്യുന്നത്. ഗമ്മ് B7000 എന്ന് പറഞ്ഞൊരു ഗമ്മാട്ടോ. അത് നമുക്ക് ആമസോണിലെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് അത് അടിച്ചു കൊടുത്താൽ മതി. അത് വെലോസിറ്റി ഉണ്ടാവും അതിൻ്റെ ഓരോന്നിനും, മീഡിയം വെലോസിറ്റി അങ്ങനെ ഓരോ ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ഇതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീഡിയം എടുത്താൽ അത്ര ഭയങ്കരമായിട്ട് ഒട്ടുമൊന്നുമില്ല. ഇപ്പോൾ കമ്മൽ ഇതെല്ലാം ഒട്ടിക്കാനെല്ലാണെങ്കിൽ മീഡിയം എടുത്തിട്ട് കാര്യമില്ല കേട്ടോ. മീഡിയം ആകുമ്പം അങ്ങനെ നിൽക്കില്ല. പിന്നെ ഇത് യെല്ലോ കളറ് പിന്നെ വൈറ്റ് കളറ് അങ്ങനെ വരുന്നുണ്ട്. യെല്ലോ ആണ് കുറച്ചും കൂടിയും പിന്നെ എന്താ പറയുക, നമ്മൾ കമ്മലെല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ലത് യെല്ലോ ആണ്. വൈറ്റ് ആകുമ്പോൾ അത്ര ഭയങ്കര ഇതൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ നമുക്കിനി ഇത് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഗമ്മ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ഇതിലും ഗമ്മ് തേച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ പറഞ്ഞു വന്നാലോ, അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഗമ്മ് തേച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാ പോലെ തന്നെ അവിടെ കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കും. ഒട്ടിച്ചിട്ട് കുറച്ച് ടൈം വെക്കുന്നുണ്ട്, കാരണം ഇത് ഒട്ടി വന്നിട്ടില്ലെങ്കിൽ പണിയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് കുറച്ച് അതിനുള്ളൊരു ടൈം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ പുളിങ്കുരു കംപ്ലീറ്റ് ആയിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കും. അതായിരുന്നു കുറച്ചും കൂടി വലിയൊരു പ്രോസസ്സ്. വലിയ പണിയൊന്നുമില്ല, നമ്മൾ സാധാ പോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്താൽ മതി. അത് കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. നമ്മൾ വിചാരിക്കില്ല പുളിങ്കുരുക്ക് ഓരോന്നിനും ഓരോ ഷേപ്പല്ലേ, പക്ഷേങ്കിൽ ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അങ്ങനത്തെ ഈ പ്രശ്നമൊന്നുമില്ല, കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ 4 റൗണ്ട് വന്നിട്ടാണ്, 4 റൗണ്ടാണ് എൻ്റെ ഇതിലെത്തിയത്. അപ്പോൾ ഒന്ന് സംഭവം എന്ന് വെച്ചാൽ ഈ 4 റൗണ്ട് എത്തിക്കുമ്പോഴത്തേനും എൻ്റെ പുളിങ്കുരുകൾ തീർന്നു പോയി. ഞാൻ അയച്ചിന് എനിക്കിത് കൊടുത്തയച്ച അർജുൻ്റെ അമ്മേനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെക്കില്ല, അവർ ഉള്ളത് വെച്ച് എനിക്ക് കൊടുത്തയച്ചെന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളെ ഇവർ ചാടിയ സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിട്ട് പരുത്തി നോക്കണം എത്ര ഉണ്ട് എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നു. ആക്ച്വലി നമ്മളെ പുളിങ്കുരു തീർന്നു കിട്ടാ, എൻ്റെ കയ്യിലുണ്ടായത് തീർന്നു. അപ്പോൾ ഇവരുടെ കളിക്കാനിട്ടത് അമ്മയുടെ പൊറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതിൽ നിന്ന് കുറച്ച് മുക്കിയൊക്കെ ഏകദേശം മണ്ണ് പിടിച്ച് അലമ്പായിട്ടുണ്ട്. കുറച്ചേ കിട്ടിയില്ല, ബാക്കി കുറച്ച് ഇനി പരുതണം. ഇനി എവിടെ ഉണ്ടാവും എന്നറിയില്ല കേട്ടാ. അയ്യോ പണിയായല്ലോ. ഇനി ഞാൻ പരുതി നോക്കട്ടെ. എനിക്ക് കുറച്ച് കിട്ടിയിട്ടാ, ഒരു കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു പകുതി ഭാഗം വരെ കിട്ടി. അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ആദ്യം ഇതേപോലെ ബാക്കിൽ മൊത്തം പോയിട്ട് പരുതിയിട്ട് കുറച്ചും കൂടി ഉണ്ടായിരുന്നു, കുറച്ചും കൂടി കിട്ടി. അപ്പം അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഭയങ്കര സമാധാനം ഇത് കംപ്ലീറ്റ് ആയപ്പോൾ. കാരണം ഇല്ലെങ്കിൽ ഞാനിത് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരുമല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഫുൾ പരുതി കുറേ എണ്ണമല്ലോ ഇതിൽ കാണുമ്പം തന്നെ അറിയാം, കുറേ എണ്ണത്തിൻ്റെ തോലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവർ കുറേ നാൾ മണ്ണ് പിടിച്ചതുകൊണ്ട് അതിൻ്റെ തോലൊക്കെ പൊളിഞ്ഞു വന്ന്. പിന്നെ കുറേ എണ്ണം മറ്റേ ഇതില്ലേ, പിന്നെ മുളയെല്ലാം വന്നിട്ടുണ്ട്. ആ മുള വന്നൊന്നും ഞാൻ ഇതിലെടുത്തിട്ടില്ല കേട്ടോ, നല്ലത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നല്ലത് മാത്രം നോക്കി എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയോ ചെയ്തിട്ടുള്ളത്. ഒട്ടിച്ചിട്ട് കറക്റ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പം നിങ്ങളിതെന്തായാലും ഉണ്ടാക്കി നോക്കണേ, നല്ല അടിപൊളി സാധനമായിരുന്നു. ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര അടിപൊളിയാവുന്നു, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ശരിക്കും ഇത് ഞാൻ റെസിൻ ആക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു, റെസിൻ്റെ ക്ലോക്കല്ലേ, അതാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. പിന്നെ പുളിങ്കുരു കണ്ടപ്പോൾ ഒരു രസത്തിന് ചെയ്ത് നോക്കിയതാണ്, എങ്ങനെ ഇത് വെച്ചിട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്നുള്ളൊരു ഇതിൽ ചെയ്തതായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പം നമുക്ക് പിള്ളേർക്കായാലും ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് ചെയ്ത് നോക്കണം കേട്ടോ. ഇതാണ് നമ്മളെ സൂചിയും അതിൻ്റെ മെഷീനും സാധനമല്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പഴയ ഏതെങ്കിലും ക്ലോക്ക് ഉണ്ടാവില്ല വൃത്തിയായിട്ട് വർക്കിംഗ് ഉണ്ട്, പക്ഷെ കാണാൻ കാണില്ല എന്നുള്ള ഇതുണ്ടാവില്ലേ, അതിൽ അടിച്ചു മാറ്റിയാൽ മതി. ഈ സാധനം അടിച്ചു മാറ്റിയിട്ട് ഇതിൻ്റെ ഇടയിൽ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നീഡിൽ ഇത് വെച്ച് കൊടുക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ സംഭവം ഞാൻ വെച്ചപ്പോൾ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇതിങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ആടിക്കൊണ്ട് ഞാൻ മറ്റേത് കാണിച്ചു തരാം, ബാക്കിൽ നിന്ന് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. അപ്പം അതങ്ങനെയല്ല വെക്കുക, നമ്മൾ അടിയിൽ നിന്ന് അതിൻ്റെ ഒരു ത്രെഡ് ഉണ്ട്, അതിങ്ങനെ അയച്ചിട്ട് ബാക്കിൽ നിന്ന് ഉള്ളിലേക്ക് കയറ്റിയിട്ട് മുകളിൽ ആ ത്രെഡ് ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ നീഡിൽസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അറിയില്ലെങ്കിൽ ശരിക്കും തെറ്റും. എനിക്ക് തെറ്റിയിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് ക്ലോക്ക് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. പക്ഷെ ഇപ്പം ചെയ്യാൻ പഠിച്ചിട്ടെ. ഇങ്ങനെ ചെയ്യരുത്, ഇത് നല്ല പക്ക മിസ്റ്റേക്കാണ്. ഞാൻ ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയല്ല കേട്ടോ ചെയ്യേണ്ടത്. ആ ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്നിട്ട് അതിനെ ടൈറ്റ് ചെയ്തിട്ട് ഇത് ഓരോന്നും പിന്നെ മുകളിൽ കയറ്റേണ്ടത്, അപ്പം മാത്രമേ ശരിയാവുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഇപ്പം കണ്ട ഇപ്പം ഇത് ആടുകയും ചെയ്യും, നേർക്ക് വർക്ക് ചെയ്യുകയും ഇല്ല. അതായിരുന്നു ഇതിൻ്റെ അവസ്ഥ.
പിന്നെ ഞാൻ വേറെ ഒരു ഏട്ടൻ്റെ ആ ഏട്ടന് വാച്ചിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഈ രീതിയിലല്ല എന്ന് പറഞ്ഞത്. താങ്ക് യു അനീഫേട്ടാ, ഓരേട്ടാ എനിക്ക് പറഞ്ഞത്. എന്താണെന്നറിയോ, ഞാൻ ഇതെല്ലാം ആക്കിയേ, എല്ലാം ഫിറ്റെല്ലാം ചെയ്ത്. പക്ഷെ ഈ ബാക്കിൽ ഇട്ടാരുണ്ടല്ലോ, ഇതിങ്ങനെ ആടിക്കളിക്കുന്നു ഈ സാധനം കൊടുത്തു വന്നെ. ഈ സംഭവം ഇല്ലേ, ഈ സംഭവം ഇവിടെ ഫിറ്റായി നിൽക്കുന്നില്ല, ഇങ്ങനെ ആടിക്കളിക്കുന്നു. അപ്പം അതെന്താണെന്നറിയോ, ഇതിൻ്റെ ബാക്കിലില്ലേ ഇതുപോലൊരു സാധനം ഉണ്ടാവും, ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. അപ്പം ഇത് തിരിച്ചിട്ട് എടുക്കണ്ട. അപ്പം ഞാൻ ഇത് അടക്കിട്ടിട്ടാണ്. അപ്പം ഞാൻ അതടക്കിട്ടോണ്ടുണ്ടല്ലോ, അത് ഇതാക്കാൻ പറ്റുന്നില്ല ഇനി. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം, എൻ്റെ ഒരു ഏട്ടനെ വിളിച്ചിട്ട് ചോദിച്ചേക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിൽ ഇങ്ങനെ നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കണം. കണ്ട ഇപ്പം അത് ക്ലിയർ ആയേ, എനിക്കറിയില്ലായിരുന്നു. കണ്ട ഇപ്പം ഇത് ടൈറ്റായേ. എന്നിട്ട് പക്ഷേ ഒരു സംഭവം എന്താണെന്നറിയോ, ഇതിൻ്റെ ഹുക്കില്ല. ഹുക്കും നമ്മൾ മേടിക്കേണ്ടിയാവുമല്ലോ, അപ്പം എൻ്റെ അടുത്ത് ഹുക്കും ഇല്ല കേട്ടോ. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്തെടുക്കണം. ആക്ച്വലി ഇത് ടൈറ്റ് ആവുന്നില്ല, ടൈറ്റ് ആക്കും. പക്ഷെ ഇതെങ്ങനെയാണോ ടൈറ്റ് ചെയ്യുക, എൻ്റെ നഖം പോകുന്നല്ലാണ്ട് ടൈറ്റ് ആവുന്നില്ല. എന്തെങ്കിലും കിട്ടിയിട്ട് ടൈറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. കുഴപ്പമില്ല, ഇത് ടൈറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നേരത്തെ ഇതിങ്ങനെ ആടിക്കളിക്കുമായിരുന്നു, ഇങ്ങനെ ആടിക്കളിക്കും. ഇപ്പോൾ ആടിക്കളിക്കുന്നില്ല കേട്ടോ, ടൈറ്റായി. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇടണം. ഒന്നും പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഇതില്ലേ ഈ സാധനം ഇതിലേക്ക് ഇങ്ങനെ താത്തി കൊടുക്കുക. ഓക്കെ ആയി. രണ്ടാമത്തെ താത്തി കൊടുക്കുക, അതുമായി. ഇനി ഏറ്റവും ലാസ്റ്റുള്ള സാധനം താത്തി കൊടുക്കുക. ഓക്കെ, റെഡി. ഇനി നമുക്ക് ഇതിൽ ബാറ്ററി ഇട്ട് നോക്കട്ടെ. ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ബാറ്ററി ഞാൻ താഴ്ത്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ പരിധി കിടക്കുന്നുണ്ടായിട്ടാ. ബാറ്ററിയും കൂടി ഇട്ടാ ഫിനിഷ്. യെസ്, തിരിച്ചിട്ടാണ് ഞാൻ പിടിച്ചത്. അതെ അല്ലേ, അത് തിരിച്ചിട്ട് പിടിച്ചത്. ഇപ്പോൾ ഓക്കെ. ഇഷ്ടമായില്ലേ സംഭവം? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് പറയണേ.